നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു പൂ മാത്രം ചോദിച്ച ഒരു പൂക്കാലം ഇന്ത്യ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സത്യം പറയാം, അത് പറയാൻ കാരണം നമ്മൾ ഈ മാസം ഏപ്രിൽ 22-ാം തീയതി 2025 ഏപ്രിൽ 22-ാം തീയതി നടന്ന പഹൽഗാം ആക്രമണത്തിന് മറുപടി കൊടുക്കും എന്നാണ് പ്രതീക്ഷിച്ചെങ്കിൽ 2008 മുതലുള്ള കണക്കുകൾ ഇന്ത്യ തീർത്തിട്ടുണ്ട് അവിടെ. അതായത് അജ്മൽ കസബിനെ അടക്കം ട്രെയിൻ ചെയ്യിപ്പിച്ച നമ്മളെ 2008 മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത അജ്മൽ കസബിനെ അടക്കം ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള താവളങ്ങൾ പോലും വിടാതെ വെണ്ണീറാക്കി ഇന്ത്യ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. കുറെ പേരുണ്ട് കേട്ടോ. ഈ അന്നത്തെ ഒരുപാട് ഭീകരന്മാർ ട്രെയിനിങ് നടത്തിയ പരിശീലനം നടത്തിയ കളരിയാണത്. ആടിച്ച് നിരപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ത്യ, റെഡിയാക്കി. അത് ഏറ്റവും ഒന്ന് നോക്കുക, അത് പറയാതിരിക്കാനാകില്ല. അതായത് കൃത്യമായിട്ട് ഇതുപോലൊരു പ്ലാനിങ് എനിക്കൊന്നും മറ്റു രാജ്യങ്ങൾക്ക് പോലും മാതൃകയാകുന്ന രീതിയിലേക്ക്, അതായത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി അങ്ങനെ ആയിരുന്നു. ഇവിടെ ആക്രമിച്ചു ഒരാൾക്ക് പോലും തിരിച്ച് അപലപനീയം ഒന്നും പറയാൻ പറ്റാത്ത, ഇപ്പൊ നമുക്ക് ഹമാസിനെ അടക്കം ആക്രമിച്ചപ്പോൾ പലരും ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ രണ്ട് തട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ചൈനയ്ക്ക് പോലും അല്ലെങ്കിൽ പാകിസ്ഥാന് പോലും തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് മുറുക്കി കിടത്തിയാണ് ഇന്ത്യ അങ്ങ് കൊടുത്തേക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത്രയും ദിവസം എടുത്ത് 10-14 ദിവസം ആയിരുന്നു എല്ലാം 22 കഴിയുമ്പോൾ. അപ്പം പലരും ഇവിടെ പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കുന്നില്ല, പെട്ടെന്ന് തിരിച്ചടിക്കുന്നില്ല. കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. ഇന്ന് മോക്ക് ഡ്രില്ല് വെച്ചിട്ടുള്ള ഇന്ന് രാത്രിയും നാളെ രാവിലെ മോക്ക് ഡ്രില്ലും പ്രഖ്യാപിച്ചിരുന്നു. ഒരുപക്ഷെ പാകിസ്ഥാൻ കരുതിക്കാൻ ഇവന്മാർ മോക്ക് ഡ്രില്ലൊക്കെ നടത്തിയിട്ട് നമുക്ക് നോക്കാം കാര്യങ്ങളെന്ന് വിചാരിച്ച് കാണുമായിരിക്കും. പ്രതീക്ഷിക്കാത്ത നേരത്തായിരുന്നു ആക്രമണം. ഇവിടെ മാത്രമല്ല, നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്, ലോകം മൊത്തം ഉറ്റുനോക്കിയിരുന്നത് പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ നടപടി. അദ്ദേഹം സാധാരണ ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം സാധാരണ എന്ന പോലെ തന്നെ കൂളായിട്ട് അവിടെ പോയി ഇപ്പം വിഴിഞ്ഞത്ത് വരുന്നു, അത് കഴിഞ്ഞിട്ട് തെലങ്കാനയിൽ പോകുന്നു, മറ്റ് യാത്രകളൊക്കെ ഉണ്ട്, അതുപോലെ ഷെഡ്യൂൾ ചെയ്ത യാത്രകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പം കൂളായിട്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി. അത് മാത്രമല്ല, പൂർണ്ണമായിട്ടും ഫോഴ്സുകൾക്ക്, ഇന്ത്യൻ ആർമിക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത്. എങ്കിലും അതിനിടയിൽ തന്നെ അദ്ദേഹം രാത്രിയോളം പല രാത്രികളിലും ഉറക്കമുളച്ച്, കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെയാണ് ഉറക്കമുളച്ച് നിരീക്ഷിച്ച് അദ്ദേഹം കൃത്യമായിട്ട് ഇതിനോടൊപ്പം നിന്നു. ഇവിടെയാണ് ഇവിടെ രാഷ്ട്രീയമെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി അദ്ദേഹത്തിനും പിന്തുണ, അതായത് അദ്ദേഹത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്കും. അത് മാത്രമല്ല, അവർ അമിതമായിട്ട് ആർമി എല്ലാ പ്രദേശവുമുള്ളതാണ് ഈ ഫോഴ്സിന് നേരെ രാഷ്ട്രീയ ഇടപെടൽ നടക്കുമ്പോൾ പല കാര്യങ്ങളും പോകും. നമുക്കറിയാം, പണ്ട് ഇതൊക്കെ അനുഭവിച്ചുള്ളത് കാരണം നമുക്കിപ്പോഴും അതിന്റെ നാണക്കെടുതലേ മാറിയിട്ടില്ല. പലപ്പോഴും ഫോഴ്സുകൾക്ക് പിന്മാറേണ്ടി വന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതും നിർദ്ദേശം കാരണം, അതായത് അവിടുത്തെ സർക്കാരുള്ള. പക്ഷെ ഇന്ന് നോക്കുക, നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന 10 വർഷത്തോളം പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി പോലും പറഞ്ഞിട്ടുണ്ട്, ഇതുപോലൊരു സാഹചര്യം ഇന്ത്യക്ക് ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ല. അത്രയും പ്രശംസനീയമാണ്. പുകഴ്ത്തി പറയാൻ കാരണവും അത് തന്നെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 1971 നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഈ 3 സേനകൾ ഒരുമിച്ച് ഒരു ഏകോപനത്തോടുകൂടി ആക്രമണം നടത്തുന്നത് ഈ സമയത്താണ്. വളരെ കൃത്യതയോടെ നമ്മുടെ വ്യോമസേനയെ നമ്മൾ സമ്മതിക്കണം കേട്ടോ. അവരെത്ര കൃത്യതയോടുകൂടി അവിടെ ചെന്ന് ആക്രമണം നടത്തിയിട്ട് വന്നു. അവിടുത്തെ ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒന്നും തന്നെ ജീവഹാനി ഉണ്ടാകാതെ ഈ കൃത്യം തീവ്രവാദികൾ താമസിക്കുന്ന സ്ഥലം തന്നെ അവർക്ക് അറിയാലോ, കണ്ടെത്തി അവിടെ ആക്രമണം നടത്തി. ഇതൊരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ത്യ പണ്ടത്തെ ഇന്ത്യ അല്ല, നമ്മൾ വലിയൊരു ആഗോള ശക്തിയാണ്. പാകിസ്ഥാൻ എന്തറിയാം, പാകിസ്ഥാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പാകിസ്ഥാൻ്റെ മന്ത്രിമാരൊക്കെ പ്രഖ്യാപിക്കുക, ഞങ്ങളിപ്പോൾ ചെന്ന് ഇന്ത്യയെ തലോട്ടി കളയുമെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. മാത്രമല്ല, ഇന്നൊരു സ്ഥിരീകരിക്കാത്ത വാർത്തയാണെങ്കിൽ പോലും നമ്മളത് കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാൻ്റെ വിദേശകാര്യ മന്ത്രിയോട് സംസാരിച്ച് പറഞ്ഞത്, ഒരു കാരണവശാലും നിങ്ങൾ ഇന്ത്യയോട് തിരിച്ചടിക്കാൻ പോരുമെന്നാണ്. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. പോയാൽ പിന്നെ രാജ്യമില്ല. അല്ല, ഒന്നാമത്തെ കാര്യം, ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം, പാകിസ്ഥാൻ സഹതാപതരംഗം പിടിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്നാൽ ഇന്ത്യയെ ചൊറങ്ങി കഴിഞ്ഞാൽ ഇന്ത്യ വേണമെങ്കിൽ ഇപ്പൊ തന്നെ നോക്കുക, ഇന്ത്യക്ക് സർവ്വസജ്ജമായിട്ട് തിരിച്ചടിച്ചാൽ പോലും ഒരു രാജ്യം പോലും അതിനകത്ത് ചോദ്യം ഉന്നയിച്ചു വരില്ല. UN പോലും പറയില്ല. കാരണം ഇവിടെ കൃത്യമായി വെളിപ്പെട്ടതാണ്. മാത്രമല്ല, ഇവർ അടിക്കടി പറയുന്നുണ്ടായിരുന്നു ഇവിടെ തീവ്രവാദികളില്ല, ഇവിടെ ഭീകര സംഘടനകളില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ നോക്കുക, മസൂദ് അസറിനെ പോലുള്ള കുടുംബങ്ങളെ നശിപ്പിക്കുമ്പോൾ ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദൊക്കെ അവിടെ ഉണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞു. മാത്രമല്ല, അതിനകത്ത് മറ്റേ സിവിലിയൻസിനെ പോലും ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ കൃത്യമായൊരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ അവരെയൊക്കെ പൂട്ടി തറ പറ്റിച്ചളഞ്ഞത്. മസൂദ് അസർ എവിടെയോ ചികിത്സയിലാണെന്നൊക്കെ പറയപ്പെടുന്നത്. ഒരു അയാൾ പാകിസ്ഥാൻ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അയാൾ എവിടെയോ ഈ പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേകത, ഇത്തരം തീവ്രവാദി നേതാക്കൾക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും എല്ലാം പട്ടാളത്തിൻ്റെ സംരക്ഷണം കൊടുക്കുമെന്നുള്ളതാണ്. ദാവൂദ് ഇബ്രാഹിം അയാൾക്കും എല്ലാം സംരക്ഷണം കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ അത് കാരണം അവർ വളരെ സുരക്ഷിതരായി ജീവിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ യുവമാർക്കൊന്നും ഇനി സത്യം പറയുന്നത് സമാധാനത്തോടെ ഇസ്മായിൽ ഖാനി അവസാന നാളുകളിൽ എങ്ങനെയാണോ കിടന്നത് അതേപോലത്തെ നാളുകളായിരിക്കും. ഇപ്പൊ ഈവൻ ദാവൂദ് ഇബ്രാഹിം പോലും ഇപ്പൊ പറയുന്ന ഇന്ത്യക്ക് വേണ്ടി ഇത്രയും ദ്രോഹം, അവരടക്കം ഇനി എല്ലാവരും ഈ ഇന്ത്യയുടെ
എന്താ പറയാനാണ്, ഇന്ത്യക്ക് ദ്രോഹിച്ചിട്ട് പാകിസ്ഥാനിൽ കടന്ന് അവിടെ അഭയം പ്രാപിപ്പിച്ച എല്ലാത്തിന്റെയും വീട്ടിൽ കയറി വെട്ടുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ അതെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ അങ്ങനെയാണ്, വീട്ടിൽ കയറി വെട്ടുമെന്ന് പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇത് ഇവർ എല്ലാ കാലത്തും ഇന്ത്യക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ തീവ്രവാദി ആണെങ്കിലും അവനെ പാകിസ്ഥാനെ കൊണ്ട് പിന്നെ അവിടെ അവനെ സംരക്ഷിച്ച് അവൻ പടലത്തിൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്ത് അവനെ പിന്നെ അങ്ങ് വളർത്തുകയാണ്. ഒരു കാലത്ത് നമുക്ക് ബോംബെയിൽ 92 നടന്ന ആദ്യ കലാപം ഉണ്ടല്ലോ, അത് ശരിക്കും ദാവൂദ് ഇബ്രാഹിം സംഘമാണ് അത് ഓർഗനൈസ് ചെയ്തത് പാകിസ്ഥാൻ്റെ സഹായത്തോടുകൂടി. പിന്നെ ദാവൂദ് ഇബ്രാഹിം ഇവിടെ നിൽക്കാൻ കഴിയുന്ന അയാൾ പാകിസ്ഥാനിലേക്ക് എസ്കേപ്പായി. ഇപ്പോൾ പിന്നീട് അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം പാകിസ്ഥാനിൽ തന്നെ താമസിപ്പിച്ചുകൊണ്ട് പിന്നെ ഇവിടെ ബാക്കി കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുക എന്നുള്ളതായിരുന്നു. നേരിട്ട് ആക്കണതിന് പകരം സ്പോൺസറിങ് ആയി, ബിനാമി എന്ന് നമ്മൾ പറയും പോലത്തെ ഒരു അവസ്ഥയിലായി. പക്ഷേ പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കഞ്ഞി പഠിക്കാൻ ഗതിയില്ല അവിടെ, എന്നിട്ട് തീവ്രവാദിക്ക് കൊടുക്കാൻ പൈസ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ അവിടുത്തെ ഈ പട്ടാളം അതിശക്തമാണ് എപ്പോഴും. കാരണം അവിടെ ഭരിക്കുന്നവന് യാതൊരു വിലയും അവർ കൊടുക്കാറില്ല. പ്രസിഡന്റ് ആരാണെങ്കിലും നമുക്ക് തന്നെ അറിയാം, സുൽഫിക്കർ അലി ഭൂട്ടോ അല്ലെങ്കിൽ ബാനസർ ഭൂട്ടോ എല്ലാവരും അവർക്കൊന്നും നടന്നില്ല അവർ. കാരണം അവർക്കത് അറിയാം, അവരെ ഒരു അവർക്ക് സംശയം തോന്നിയാൽ മതി എന്നാണ് പറയുന്നത്. ഇവൻ നമ്മളെ അനുസരിക്കാത്ത അവസ്ഥ നാളെ വരുമോ സംശയം എന്തൊക്കെ ഒന്നുള്ളതെന്നാണ്. പട്ടാളത്തെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പട്ടാളത്തെ ഫുള്ള് ലഷ്കർ ഇ തോയ്ബ അടക്കമുള്ള ഭീകരവാദികളല്ലേ അവരകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം പറയേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങൾ മുറവിളി വരിച്ചത് ഇന്ത്യ തിരിച്ചടിക്കും അങ്ങ് മലർത്തി കളയെന്ന് പറയുന്നത്. ഇപ്പൊ വേണമെങ്കിൽ പറയുന്നത് എന്താണ്, വേണമെങ്കിൽ സംഘർഷം ഒഴിവാക്കാം, ഇന്ത്യ പിന്മാറാമെന്ന്. ഇന്ത്യ സംഘർഷം ഒഴിവാക്കി ഞങ്ങൾ പിന്മാറിത്തരാം, ഇങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത്. നീ ഇനി സംഘർഷം ഉണ്ടാക്കിയിട്ട് പോയാൽ സംഘർഷം ഉണ്ടാക്കാന്ന് പറഞ്ഞാലേ തിരിച്ചടിക്കും. അല്ല തിരിച്ചടിക്കാം, അത് തന്നെ. ഇനി അങ്ങനെ വിട്ട് കളയാനല്ലേ ഇപ്പൊ അങ്ങനെ തിരിച്ചടി കൊണ്ടിട്ട്. കാരണം ഇത് വേറൊരു കാര്യം, ഇവന്മാര് വിളിച്ചു വരുത്തതാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, പൂ ചോദിച്ചു പൂക്കാലം കിട്ടി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് സത്യം പറഞ്ഞത് ഒതുങ്ങി അവർക്ക് പോവാമായിരുന്നു. ഈ ഒരു സമയത്ത് ഇന്ത്യ അടിച്ചെങ്കിൽ ഒരാളും ചോദിക്കില്ല, പൂർണ്ണമായിട്ട് നശീകരിച്ചിട്ടേ ഇറങ്ങുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഒപ്പമുണ്ട്. ഭീകരവാദത്തിനെതിരെ കൊടുക്കാൻ പറ്റിയ ഒരു സന്ദർഭവും സാഹചര്യവും സമയവും ഒക്കെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അങ്ങ് നിരത്തി കളഞ്ഞാൽ അങ്ങ് തീരും. ഇപ്പൊ തന്നെ നോക്കുക, ഇപ്പം 100,000 മാത്രമേ ആയിട്ടുള്ളൂ എന്ന് മാത്രമാണ് ഇന്ത്യ പറയുന്നത്. അപ്പോൾ തന്നെ ഇങ്ങനെ ഇത്രയും ഈ സംഭവങ്ങൾ അവരുടെ എനിക്ക് രാവിലെ നമ്മൾ വെളുപ്പാങ്കരത്ത് വന്നപ്പോൾ നമ്മൾ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം എന്താണ് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. ട്രംപ് പറഞ്ഞത് ഇവർ പഹൽഗാമിൽ നടത്തിയ ആക്രമണം വൃത്തികേടാണ്, അത് ശരിയായില്ല, പക്ഷേ സംഘർഷം ആദ്യം നീണ്ടു പോകില്ല എന്നുള്ള വിശ്വാസത്തെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ നമുക്ക് വളരെ സമ്പൂർണ്ണ പിന്തുണയാണ്, ഫ്രാൻസൊക്കെ ഉണ്ട്. ഇസ്രായേൽ അംബാസഡർ തന്നെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമമായ എക്സിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു. ഇന്ത്യക്ക് അവർക്ക് ഇസ്രായേൽ നേരിടുന്ന അത്രയും അല്ലെങ്കിൽ പോലും നമുക്കും അങ്ങനെ പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിരത നോക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ തീവ്രവാദികൾ ഒരിക്കലും അടുപ്പിക്കാൻ പറ്റില്ല. പക്ഷേ രസകരമായ കാര്യം ഈ നമ്മുടെ തുർക്കിയുടെ കാര്യമാണ്. തുർക്കിയിൽ ഓർമ്മ ഉണ്ടാക്കി 2 വർഷം മുമ്പ് ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി, വലിയ ഭൂകമ്പമാണ്. അതിന് കേരള സർക്കാർ 10 കോടി രൂപ കൊടുത്ത്, ഇവിടെ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പൈസ ഇല്ലാക്കുന്ന അവസ്ഥയിൽ 10 കോടി രൂപ തുർക്കി കൊടുത്തു. തുർക്കി എന്നിട്ടിപ്പോൾ ഒരു കപ്പൽ നിറയെ ആയുധം കൊടുത്ത് പാകിസ്ഥാനോട്ട് അയച്ചിരിക്കുന്നതാണ് പറയുന്നത് അവരെ സഹായിക്കാൻ. സത്യമാണെന്ന് പറഞ്ഞുള്ളൂ, അതിന് പാകിസ്ഥാനെ തള്ളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ അവർ കാണിക്കാൻ ശുദ്ധം നെറികേടാണ് ഈ തുർക്കി കാണിച്ചത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം, നമ്മൾ പോലും 10 കോടി കൊടുത്തെങ്കിൽ അപ്പോൾ എല്ലായിടത്തും പൈസയൊക്കെ പിരിച്ച് ആയുധം നിർമ്മിച്ചതായിരിക്കും അവർ. തുർക്കി അങ്ങനെ ചില അത്ഭുതമോ ഒന്നുമില്ല. കാരണം എർദോഗാന്റെ ഒക്കെ ഒരു നിലപാട് നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന്. അവര് പൂർണ്ണമായിട്ടും മതത്തിൽ മാത്രം വിശ്വസിച്ച് മനുഷ്യത്വം ഇല്ലാതെ മതം എന്ത് പറയുന്നോ പക്ഷെ അതും വേർതിരിച്ചാണ് പറയുന്നത്. മതം പറയുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണ്, നമ്മള് കൊലയാളി ഇപ്പൊ സ്വർഗം പൂണ്ടുക അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതൊന്നും അല്ലല്ലോ. ഇവിടെ പ്രവാചകന്റെ പല കാര്യങ്ങളും ഇവരായിട്ട് തന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പോൾ തന്നെ ഈ അസദ് എന്താണെന്ന് പറയുന്നത്, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അയാള് പറയുകയാണ് കൊലയാളികളെല്ലാം സ്വർഗത്തിലെത്തും, നമ്മൾ ചെയ്തത് പുണ്യമായ കാര്യമാണ്. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അവിടെയുള്ള വിവരം കെട്ടവന്മാർ കുറെ എണ്ണം ഉണ്ട്. അവിടെയുള്ളവന്മാർ തന്നെ എന്ത് പറഞ്ഞാലും തോക്കും കൊണ്ട് ഇറങ്ങുന്നവന്മാരുണ്ട്, സാമാന്യ ബോധമില്ലാത്ത അവന്മാർ ഇതുപോലെ ഇറങ്ങും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായാലും ഇതുപോലെ നേരത്തെ എന്തോ പറഞ്ഞിട്ടാണ് ഇങ്ങനെ അങ്ങനെ സ്വർഗം കിട്ടുമെങ്കിൽ മസൂദ് അസർ റോഡിൽ ഇറങ്ങിയിരിക്കണം ആദ്യം തോക്കുമായിട്ട്. അയാൾ എവിടെ സുരക്ഷാ സ്ഥലത്ത് പട്ടാളത്തിന്റെ അവിടെ ഒളിച്ച് താമസിച്ചിട്ട് പാവപ്പെട്ട ആളുകളെ എന്തോരം ഭീരുക്കളാണെന്ന് ആലോചിക്കും. ഇത്തരത്തിലുള്ള തീവ്രവാദികൾ എന്തോരം ഭീരുക്കളാണ്. ഇപ്പം ഹനി അടക്കമുള്ളവരുടെ കാര്യമാണ്, കുടുംബത്തെയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇവരൊക്കെ മേളിൽ പോയിട്ട് സൂചിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു നെറുകയില്ല അവർക്ക്. സ്വയം ഇത്രയും സെൽഫിഷ് ആയിട്ടുള്ള ടീമുകളെ വേറെ കണ്ടിട്ടില്ല. അല്ല അണികൾ പൊട്ടന്മാരാണെങ്കിൽ ഏത് നേതാവും അണികൾ മാത്രമല്ല ഇതിന്റെ കുടുംബം പോലും ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ അതിനകത്ത് ഭാഗമാണോ അല്ലയോ എന്തോ ആയിക്കട്ടെ, ഇതിന്റെ കുടുംബങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക അവർക്ക് ചിലപ്പോൾ ഇതിനകത്ത് പങ്കില്ല. ഇസ്മായിൽ ഹനിയുടെ കാര്യത്തിൽ നമ്മൾ രസകരമായ കാര്യം, ഇസ്മായിൽ ഹനിയെയും അയാളെ മക്കളും ഈ ഖത്തറിലും തുർക്കിയിലും ഒക്കെ വലിയ വ്യവസായം നടത്തി. ഈ പിരിക്കുന്ന പൈസ സ്വന്തം വ്യവസായമാണ്. ഇയാൾ കണ്ടില്ല സൂട്ട് കോട്ട് ധരിച്ചാണ് അയാൾ നടക്കുന്നത്. ഈ പാവപ്പെട്ട ഗാസയിലെ സാധാരണക്കാരെ ജനങ്ങളവിടെ കഞ്ഞി പിടിക്കാൻ ഗതിയില്ലാതെ അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഇയാൾ കോട്ട് സൂട്ടൊക്കെയാണ് നടക്കുന്നത്. അയാൾ കൊല്ലപ്പെട്ടുവെങ്കിലും അയാളെ മക്കളൊക്കെ വലിയ ശതകോടീശ്വരന്മാരെ ജീവിക്കാനാണ് രാജ്യങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ഇത് പാകിസ്ഥാനെ പോലുള്ള ഒരു ദരിദ്ര രാജ്യത്തിന്, അങ്ങനെ പറയേണ്ടി വരും, നമ്മൾ പറയാൻ പാടില്ലാതാണ്, ഒരു ദരിദ്ര രാജ്യത്തിന് ഇന്ത്യയെ പോലെയുള്ള ഒരു ലോകത്തെ വലിയൊരു ശക്തിയുടെ ഏറ്റുമുട്ടൽ ആന ആട്ടുകുട്ടി തമ്മിൽ ഏറ്റുമുട്ടും പോലെ ഇരിക്കുകയുള്ളൂ, ഒരു കാര്യമില്ല.
അത് അമേരിക്ക എന്ന് പറഞ്ഞത് കൃത്യമാണ്. നിങ്ങൾ ചിന്തിക്കുക പോലും ചേരുമെന്നാണ് പറഞ്ഞത് ഇന്ത്യ ഏറ്റുമുട്ടാൻ പോകുന്നത്. ഏറ്റുമുട്ടാൻ പോയാൽ ആ രാജ്യം പിന്നെ കാണില്ല. ഇപ്പൊ തന്നെ ഇന്ത്യ കൊടുത്തൊരു അറ്റാക്ക് ഒന്ന് നോക്കുക. ഏറ്റവും സിമ്പിളായിട്ട്, അതായത് സ്വന്തം ഇന്ത്യൻ മണ്ണിൽ നിന്നിട്ടാണ് അവർ ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഏതാനും മിസൈൽ. കാരണം സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു എന്താ പറയുക രോമത്തിൽ തൊടുന്ന രീതിയിലുള്ള അല്ല കാര്യങ്ങൾ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിച്ച പ്ലാനിനെ ഇപ്പം കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് ഉപയോഗിച്ചെന്നല്ലാണ്ട് അതിനകത്ത് വലിയൊരു ഇന്ത്യയെ മൊത്തത്തിലൊന്ന് പിടിച്ചു കൊടുക്കുന്ന തരത്തിലൊന്നും ഇറക്കി തിരിച്ചില്ല. അപ്പോൾ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇനി ഇന്ത്യ ഇപ്പം വേണമെങ്കിൽ ബോർഡർ ഇപ്പം LOP കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ, ലൈൻ ഓഫ് കൺട്രോൾ കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഇതിനെക്കാട്ടി വിനാശകരമായിട്ടും കാര്യങ്ങൾ ഇവിടെ നുഴങ്ങി കയറണമെന്നുള്ള എല്ലാ സംഭവങ്ങളും ഇപ്പൊ പൂർണ്ണമായിട്ടും ഏതാണ്ട് തീരുമാനമായിട്ട് ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനി ഇപ്പൊ പ്രധാനപ്പെട്ട ഇപ്പൊ ലാഹോർ അടക്കമുള്ള പ്രധാന ഇടങ്ങളുണ്ട് ഇവിടെ. അവിടങ്ങളിലൊക്കെ കയറിയപ്പോൾ അവിടെ സിവിലിയൻസിനും അവിടെ ഒരുവിധം ആളുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് ഗാസ പോലെയാണ്. അവിടെ ഹമാസിന്റെ തീവ്രവാദികളുണ്ടെങ്കിൽ ഇവിടെയും ഏതാനും ഇത്തരത്തിലുള്ള ഭീകരവാദികളുണ്ടെങ്കിൽ പോലും അതിനകത്ത് സിവിലിയൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അടുത്തൊരു ആക്രമണത്തിലേക്ക് പോയില്ല. പക്ഷേ വീണ്ടും പാകിസ്ഥാൻ ഇത്തരത്തിൽ നിലപാടെടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സിവിലിയൻസിനെ എത്രത്തോളം തിരിച്ചു മാറ്റി വെക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരു ക്ഷമാപണമായിട്ട്, അല്ലെങ്കിൽ ക്ഷമാപണം എന്ന് തന്നെ പറയാം. ഇപ്പൊ വേറൊരു വഴിയില്ല. ഇപ്പൊ വേറെ കാരണം ഇത്രയും പറഞ്ഞു പറയാൻ പറ്റില്ല. പറഞ്ഞു അതവർക്ക് മനസ്സിലായി. ഇന്ത്യയായിട്ട് ഏറ്റുമുട്ടാനൊന്നും പാകിസ്ഥാൻ ഒരിക്കലും സാധിക്കുകയില്ല. മാത്രമല്ല ഇവിടെ നരേന്ദ്രമോദിയെ പോലെ അതിശക്തനായ പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ട്. ഒരു തരത്തിലും ഈ ഇത്തരം തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഉമ്മാക്കി അണിച്ചാലൊന്നും പേടിക്കുന്ന ഒരാളല്ല. പിന്നെ നാട്ടുകാർ മുമ്പ് ഞാൻ യോഗ്യനാണെന്ന് പറയിപ്പിക്കാനുള്ള പലപ്പോഴും കോൺഗ്രസ് കൊണ്ട് ഭരിച്ചിരുന്ന സമയത്തൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കീഴടങ്ങി കൊടുത്തിട്ടുള്ളത് ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ വലിയ മഹാന്മാരാണെന്ന് കാണിക്കാനാണ്. അവരവൻ്റെ വ്യക്തിപരമായ ഇമേജ് സംരക്ഷിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചിരുന്നത്. വ്യാഖ്യാനെ കുറിച്ചുള്ള അങ്ങനെ പരാതി ഉണ്ടായിരുന്നു. അദ്ദേഹം ഡിഫൻസ് മന്ത്രി വന്നപ്പം ആയുധങ്ങളൊന്നും വാങ്ങിയിരുന്നില്ല എന്ന് കൃത്യമായ തോന്നില്ല. കാരണം അത് തൻ്റെ ഇമേജിനെ ബാധിക്കുക. ഈ ആയുധങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ പിന്നെ വലിയ കച്ചവടമൊക്കെ നടക്കും എന്നൊക്കെ പലരും ആരോപണം. ഇപ്പോൾ പോലും പറഞ്ഞാൽ ഇവിടുത്തെ ആണവായുധങ്ങളെ കുറിച്ച് വെറും വെള്ളമാണെന്ന് പറയുന്ന ടീംസ് വരെയുള്ള നാടാണിത്. ഇവിടുത്തെ ആണവായുധങ്ങൾ പൊടി തട്ടി ദീപാവലിക്ക് പോലും കത്തിച്ചാൽ പൊട്ടില്ല എന്ന് പറയുന്ന ടീംസാണ് ഇവിടെ ഉള്ളത്. കാരണം കേരളത്തിൽ പോലും ഇവിടെ അത്തരത്തിൽ ഇവിടെ തന്നെ വർഗീയ ധ്രുവീകരണങ്ങളെല്ലാം നടത്തുന്ന ഒരു വലിയൊരു സ്ഥലത്ത് തന്നെ നമ്മളിത് അവർക്കും കൂടെ ഉള്ള ഒരു മറുപടിയാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇതിനെ സത്യം പറഞ്ഞാൽ ഇതിനെ ഇപ്പൊ എന്താ പറയുക പാകിസ്ഥാനെ മഹത്വവൽക്കരിക്കുന്ന കുറെ ആളുകളുണ്ട്. നമ്മുടെ കുറെ ചാനലുകൾ പോലും ഉണ്ട്. ഇപ്പൊ ഇനി നോക്കിയോ ഈ ഒരു ആവേശം കഴിയുമ്പോഴായിരിക്കും ഇനി പൊടി തട്ടി അടുത്തത് ടീംസ് ഉണ്ട്. ഇപ്പം മോദി ഇനി അന്ന് ഉറക്കം വളച്ചത് കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അതിനകത്ത് രാഷ്ട്രീയം കണ്ടെത്താൻ പറ്റും. കാരണം അന്ന് ഇതുപോലെയാണ് പഹൽഗാം ആക്രമണം നടന്നതിന് പിന്നാലെ എത്രത്തോളം വൈകാരികമായിട്ടുണ്ടോ ഇന്ത്യൻ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഒരു മറ്റോ എല്ലാവരും അങ്ങനെ പോയപ്പോൾ അവിടെ നോക്കുക അവിടെ ഡിഫൻസിനെ കുറ്റം പറയുന്നവരാണ് ഇപ്പോൾ കൈയടിക്കുന്നിരുന്നത്. ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റം ഒന്നും ശരിയായിട്ടില്ല എന്ന് പറയുമ്പോൾ ബാലാക്കോട്ട് ആക്രമണം തട്ടിപ്പാണെന്ന് ഇവർ നിരന്തരം പറയുന്നുണ്ടായിരുന്നു ഇടതുപക്ഷ സംഘടന പാർട്ടികളൊക്കെ തന്നെ, കോൺഗ്രസും ഒക്കെ തന്നെ. അല്ലെ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് അവർ അന്ന് യുദ്ധത്തിൽ ജയിച്ചിരുന്നു. ഇപ്പോൾ ചൈനയോട് നമ്മൾ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സത്യമാണ്. പക്ഷേ പാകിസ്ഥാൻ നമ്മൾ തോൽപ്പിക്കുമ്പോൾ പോലും നമുക്ക് അതിശക്തമായ ആർമി വലിയ തലവന്മാരുണ്ടായിരുന്നു. ഫീൽഡ് മാർഷൽ മനേക് ഷായൊക്കെ പോലെ വലിയ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. അതിൽ അന്ന് ഈ 74 യുദ്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആപ്പീസ് കൂട്ടിയ പരിപാടിയായിരുന്നു അന്ന്. വേണമെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ അവസ്ഥയിൽ വരെ അങ്ങ് എത്തിയിരുന്നു. പക്ഷെ അന്ന് ചെയ്യേണ്ടിയിരുന്നത് ഈ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരുണ്ട്, അത് നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നു വേണമെങ്കിൽ എന്നതൊക്കെ. പക്ഷേ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മുടെ കാശ്മീർ അവർക്ക് കിട്ടുക എന്നുള്ളതാണ് അവർ ഏറ്റവും വലിയ സ്വപ്നം. മാത്രമല്ല അവിടെ ഒരു ചൈനയുടെ ഒരു ബെൽറ്റ് വന്നതുകൊണ്ട് തന്നെ അതും വലിയൊരു പ്രതിസന്ധിയായിട്ട് വന്നിട്ടുണ്ട്. അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാക് യുദ്ധം പിന്നെ ഒരു ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക്, കാരണം അവിടെ കയറി ഇപ്പൊ ഇന്ത്യയുടെ പ്രധാന ഭാഗമാണ്. ആ ഭാഗം ഇന്ത്യക്ക് കിട്ടുമായിരുന്നു. അന്നത്തെ പിടിപ്പ് കേടുകൊണ്ട്, ഇവിടുത്തെ സർക്കാരുകളുടെ പിടിപ്പ് കേടുകൊണ്ട് അത് കയ്യിൽ നിന്ന് പോയതാണ്. ഒരുപക്ഷെ അതിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സുഖമായിട്ട് പാകിസ്ഥാനെ അതിജീവിക്കാൻ ഇന്ത്യക്ക് ഇതിനെക്കാട്ടി എളുപ്പത്തിൽ പറ്റുമായിരുന്നു. അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്ക് മുടക്കായിട്ട് നിൽക്കുന്ന, വഴിമുടക്കായിട്ട് നിൽക്കുന്ന ആ ഒരു ബെൽറ്റ് തന്നെയാണ് ചൈനയുടെ ആ ഒരു സ്ഥലം വരുന്നത്, ആ ബോർഡറിൽ. അതൊരു പക്ഷേ അത് കീഴടക്കാൻ അന്നേ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പ്രശ്നമില്ല. മാത്രമല്ല ഇന്ന് അത് തൊട്ട് കഴിഞ്ഞിരുന്നത് ചൈനയായിട്ടുള്ളൊരു വെല്ലുവിളിയായിട്ട് പേര് മാറുകയും ചെയ്യും. അത് അപ്പോൾ ആ രീതിയിലേക്ക് അവർ കൊണ്ടുവരും. ഇന്ത്യ അവിടെ ഒറ്റപ്പെടുകയും ചെയ്യും ഇപ്പോൾ ചൈന ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകപ്പാടെ ആ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്നാൽ പോലും ഇന്ത്യ ഇപ്പോൾ നടത്തിയ നടപടി അതെന്തായാലും പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ആ സമയത്ത് തന്നെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ കിട്ടുകയും ചെയ്തു. ഇപ്പൊ ഇനി മരണസംഖ്യയുടെ കാര്യങ്ങളൊക്കെ കുറിച്ച് അവിടെ മരുന്നുണ്ട്. എന്നാലും അതിന് നമുക്കറിയാം ഇനിയുള്ള മരണത്തെക്കാൾ ഉപരിയായിട്ട് അവർക്ക് ഇന്ന് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അടി അതാണ്. അല്ല മാത്രമല്ല ശരത്ത്, ഇവിടെ ഒരടിയല്ല 2 അടിയാണ്. കാരണം അതിന് മുമ്പേ വേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ സിന്ധു നദിയിലെ കരാറ് അത് സസ്പെൻഡ് ചെയ്തു. അതുപോലെ ഇന്ത്യയിലോട്ടുള്ള കപ്പലുകൾക്ക് വരാൻ നിർത്തലാക്കി. ചുരുക്കം പറഞ്ഞാൽ വരും വർഷങ്ങളിൽ ഇന്ത്യ ഇതേ നിലപാട് ശക്തമായി തന്നെ തുടരുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ആപ്പീസ് കൂട്ടിപ്പോണ അവസ്ഥയാവും. ഇവരെന്തൊക്കെയോ എന്തൊക്കെ അഭ്യാസങ്ങളോ സൈനിക അഭ്യാസങ്ങളോ മിസൈൽ പര്യവേഷണങ്ങളൊക്കെ നടത്തില്ല. എവിടെ പോയി ഇതൊക്കെ ഇത് വെല്ലുവിളിയൊന്നും. ചൈനയുടെ ആയുധങ്ങൾ എത്തുന്നു. തുർക്കിയുടെ യുദ്ധക്കപ്പൽ ഒരു കപ്പൽ ആയുധം വരുന്നതൊക്കെ മാത്രമല്ല, വളരെ രസകരമായ കാര്യം ഇന്ന് ഈ പാകിസ്ഥാൻകാർ അവരുടെ സമൂഹ മാധ്യമങ്ങൾ, അവിടുത്തെ സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻ വകുപ്പ് വരെ പാകിസ്ഥാനിൽ
അവർ ഇന്ത്യയിൽ 12 താരങ്ങൾ ഞങ്ങൾ മിസൈലിട്ടു, ഇന്ത്യയിലെ കുറേ യുദ്ധവിമാനങ്ങൾ തകർന്നു പറഞ്ഞ് എന്നോ പണ്ട് നടന്ന യുദ്ധത്തിലെ ഫോട്ടോകളെല്ലാം എടുത്തിട്ടിട്ട് ഇത് ഞങ്ങൾ നാണം കെട്ട നാണം ഇല്ലല്ലോ അവന്മാർക്ക് നാണമില്ല മാനമില്ല. നാണം മാനവും തലയ്ക്കകത്ത് സകലമെങ്കിലും ആൾവാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ മണ്ടത്തനത്തെ കാണിക്കാൻ ഇറങ്ങി പുറപ്പെടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചെറിയ ശക്തിയല്ല, ഇന്ത്യ എന്ന് ലോകത്തെ വലിയ ശക്തിയാണ്. അത് സത്യം ഇവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് ഒരു ദയനീയമാണ്. നമ്മൾ പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ ഒരു അറ്റാക്കാണ് ഇനി വരും ദിവസങ്ങളിൽ ഇത് തുടരണമെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഭീകരവാദികൾ വേണ്ട. അവിടുത്തെ നമ്മൾ അതുപോലെ തന്നെ പാകിസ്ഥാന് അവിടുത്തെ ജനങ്ങളെ അവിടുത്തെ ജനങ്ങൾ ഇപ്പം സത്യം പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന കുറേ പേർ അവർക്ക് മോചനം ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തായാലും പാകിസ്ഥാന്റെ കീഴിൽ നിന്നല്ല, പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടമോ രക്ഷിക്കില്ല. അതിനും ഇന്ത്യ തന്നെ വേണ്ടി വരും. ഇപ്പൊ കശ്മീരിന് സത്യം പറഞ്ഞാൽ ഇന്ത്യ തന്നെ ഇറങ്ങി തിരിച്ച പോലെ തന്നെയാണ്. ഇന്ത്യ തന്നെ വിചാരിച്ചാൽ മാത്രമേ അവിടുന്ന് ഭീകരവാദികളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ആ രാജ്യത്തിന് എന്തെങ്കിലും നടത്താൻ പറ്റുള്ളൂ. കാരണം ഇന്ത്യ ഈ ഭീകരവാദികളെ വധിച്ചാൽ മാത്രമേ പുതിയ ആളുകൾ വരട്ടെ അതിനകത്ത്. അപ്പൊ സ്വതന്ത്രമായിട്ട് അവിടെയുള്ള നമുക്ക് അവിടെയും കൂടെ അങ്ങനെ കൂടെ കണക്കാക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാൻ നമ്മളെ ഇന്ത്യയിൽ ഈ തീവ്രവാദത്തിനെ ഇത്രയും വളർത്തുന്നുണ്ട്. പക്ഷേ അവിടെ ബലൂചിസ്ഥാനിൽ അവിടെ തീവ്രവാദികൾ കഴിഞ്ഞ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി, ആളുടെയും കൂടെ ചേർത്ത് ട്രെയിൻ തട്ടിക്കൊണ്ട് പോകാൻ നമ്മൾ പ്ലെയിൻ തട്ടിക്കൊണ്ടു കേട്ടിട്ടുണ്ട്. ട്രെയിനെ തട്ടിക്കൊണ്ടുപോയി. ബലൂചിസ്ഥാനിലേക്ക് അവസ്ഥ അതിഭീകരമാണ്. അവിടെ ഒരു ക്രമസമാധാനവും ഇല്ലാത്ത ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും വെടിവെപ്പും കൊലയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ അതൊക്കെ മറന്നിട്ട് ഇവിടെ എന്തായാലും നമുക്കിനി അപ്പുറത്ത് സമാധാനം കുറേ ആൾ ജീവിക്കുന്നുണ്ട്, അവന്മാർക്ക് പണിയെടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്നതാണ്. പക്ഷേ അതൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ലോകത്തെ ഒരു ശക്തികളും ഈ പറഞ്ഞ തുർക്കി ചൈനയൊക്കെ അവർ സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരും സഹായിച്ചാലും നമ്മൾ കാണുന്നില്ല, ആരും മുന്നോട്ട് വന്നിട്ടില്ല, പരസ്യമായിട്ട് രംഗത്തെത്തിയിട്ടില്ല. ഇപ്പോൾ റഷ്യ, അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള ലോകത്തെ വലിയ പ്രതിരോധ ശക്തികളൊക്കെ തന്നെ ഇന്ത്യക്കാണ് അവർ സപ്പോർട്ട് ചെയ്തത്. അവർ പറഞ്ഞത് തീവ്രവാദ പ്രവർത്തനം അവസാനിപ്പിക്കണം ലോകത്തെ എല്ലായിടത്തു നിന്നും. അതിനാണ് ഞങ്ങൾ പിന്തുണ നൽകുന്നു എന്നാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ കൃത്യമായൊരു കാര്യമാണ്. അതാണ് അവരുടെ നിലപാട്. ഇന്ത്യ അത് തന്നെ നമ്മൾ പറഞ്ഞു കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ ഈ ഒരു 15 നാളുകൾ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് കൃത്യമായൊരു ബ്രീഫിംഗ് ആണ് ഇന്ന് ഒരൊറ്റ മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറുണ്ട് ഇന്ത്യൻ ആ ഒരു പ്രസ് ബ്രീഫിങ്ങിലൂടെ കൃത്യമായിട്ട് പറഞ്ഞത്. 2008 ആക്രമണത്തിന്റെ ഒരു സ്റ്റോറിയോട് തുടങ്ങി കൃത്യമായിട്ട് അതിനകത്തൊരു വോയിസ് ഓവറിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. മാത്രമല്ല നടപ്പാക്കിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ തന്നെ അത് നമ്മൾ മാത്രമല്ല, കാരണം ഇന്ത്യക്കാർ മാത്രമല്ല, ലോകം മൊത്തം കാണുകയായിരുന്നു ആ സംഭവം. ആ ഒരു സംഭവത്തിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ച് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു പൂട്ടിട്ടിരിക്കുന്നത്. നേരത്തെ പറയുന്നത് ഇത് കായികമായിട്ടുള്ളതല്ല, ഒരു എന്താ പറയുക ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം കൂടിയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെ പറയുന്നുണ്ട്, വീണ്ടും പറയുന്നുണ്ട് കൃത്യമായിട്ട്, ഭീകരവാദികൾ ആരൊക്കെയാണോ അവരെ തിരങ്ങി പിടിച്ചാണ് കൊന്നിട്ടുള്ളത്, സാധാരണക്കാരെ ഇവിടെ തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ ഇതിനെതിരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന രീതിയിലേ വരുള്ളൂ. അവിടെ സാധാരണക്കാരെ ഒരാൾ മരിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാന് തിരിച്ചടിക്കാം, അതിനുവേണ്ടി പറയാം എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഈ രീതിയിൽ അത്രയ്ക്ക് അവന്മാർക്ക് പൊള്ളണമെങ്കിൽ ഭീകരവാദികൾ അവന്മാരെ പോക്കറ്റ് ഉണ്ടെന്നല്ലേ അല്ല. ഇയാളെ ഈ അസറിന്റെ ഒക്കെ പിന്നെ താവളം ആക്രമിച്ച് തകർത്ത് നാശമാക്കി. കാരണം 18 ഏക്കറിലാണ് അത് കിടക്കുന്നത്. അതിനകത്ത് ജിംനേഷ്യം, നീന്തൽക്കുളം എന്ന് വേണ്ട സകല സംവിധാനങ്ങളുള്ള ഒരു അത്യാഡംബര സൗകര്യങ്ങളാണ് അതിനകത്ത്. യുവന്മാരെ അവിടെ സൂക്ഷിച്ച് ജീവിച്ചിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ കൊല്ലാൻ നടക്കുന്നത്. ഇവർക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുന്നത് അവിടെയാണ് ആളുകൾക്ക്. അപ്പോൾ ഇതൊക്കെ ഈ മതത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ അവരുടെ സ്വന്തം വിശ്വാസങ്ങളുടെയൊക്കെ പേരിൽ ഈ ബാക്കിയുള്ളവരുടെ മേലും വെക്കിട്ടേറാൻ വന്നാൽ ഇങ്ങനെ ഇരിക്കും. ഇന്ത്യ നമ്മൾ എപ്പോഴും നമ്മളൊരു പഞ്ചശീല തത്വമൊക്കെ പണ്ടുണ്ടായി. ഇനി പഞ്ചശീല തത്വം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല രാജ്യത്ത്. അതുകൊണ്ട് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ തിരിച്ച് അടി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ വഴി. അത് നമ്മൾ ചിലരൊക്കെ സമൂഹ മാധ്യമങ്ങളോ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, നമ്മൾ സമാധാനം എന്ത് സമാധാനം ഇങ്ങോട്ട് കയറുന്നത്, നമ്മൾ ആക്രമിക്കുന്നതിൻ്റെ അടുത്ത് നമ്മൾ സമാധാനം പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതുപോലെ തന്നെ കൊട്ടാനടുത്ത് തന്നെ കൊട്ടാൻ ഇന്ത്യക്ക് പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്ന് ഈ വെടിവെപ്പിന് ശേഷം മതം നോക്കി പുരുഷന്മാരെ മാത്രം വെടിവെച്ചിട്ട് അവരെ വിധവകളായ സ്ത്രീകളെ നോക്കി ആക്രോശിച്ച തീവ്രവാദികൾ, അതായത് നിന്റെ മോദിയോട് പോയി പറയുന്നത്, അവർ വന്ന് പറഞ്ഞു, മോദി കേട്ടു, പണി കൊടുത്തു, അതിനൊരു പേരിട്ടു, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേര് വിട്ടു. എന്താ കൃത്യമായിട്ടല്ലേ അത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഇതിനകത്ത് മാഞ്ഞുപോയ സിന്ദൂരം ഇനി സംരക്ഷിക്കപ്പെടും എന്നൊരു ഉറപ്പും കൂടിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്ത്രീകളുടെ ഒരു പ്രതീക്ഷ അവർക്ക് ഇനി അതിന് 2 സ്ത്രീകൾ തന്നെയാണ് തലയെടുപ്പോടെ നിന്നത്. അപ്പൊ ഇന്ത്യ കൊടുക്കേണ്ടത് ഞാൻ പറയൂലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെയൊക്കെ കൊടുക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ കൃത്യമായിട്ട് ആക്ഷനിലൂടെ, പറച്ചിലല്ല ആക്ഷനിലൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ. ഇപ്പൊ അവന്മാരിപ്പോ അവിടെ എവിടെ ഇതിന്റെ ഭീകരവാദികൾ എവിടെയൊക്കെ ഉണ്ടെങ്കിലും അവന്മാരിപ്പോ ഒന്ന് വിചാരിച്ചിരിക്കും. ഇപ്പൊ മരണത്തെക്കാൾ ഏറ്റവും വലിയ ശിക്ഷയാണ് അവന്മാർ ഇപ്പൊ അനുഭവിച്ചു. ഏത് നിമിഷമായിരിക്കും നമ്മുടെ നെഞ്ചത്ത് വന്ന് പൊട്ടാൻ പോകുന്നത്. സംഘമൊക്കെ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലേ, അത് തന്നെയായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഈ യുവന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസം അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ സ്വർഗം കിട്ടുമെന്ന് പറയും. പക്ഷേ സ്വന്തമായിട്ട് വെളിയിറങ്ങി നിൽക്കാനുള്ള ആംബിയറും ഇല്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ഇന്ത്യ ഒരു വലിയ നമ്മൾ തലയുയർത്തി നിൽക്കുന്ന ഒരു രാജ്യമാണ് എല്ലാ കാര്യങ്ങളിലും. മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇന്ന് ലോക നേതാക്കളെ എല്ലാവരും വളരെ വ്യക്തിബന്ധമുള്ള ഒരാളാണ്. അത് വെറും ഒരു ഔപചാരിക ബന്ധമല്ല. അപ്പോൾ അത് വലിയ ഘടകമാണ്. അതുകൊണ്ടായിരിക്കും റഷ്യയും
റഷ്യയും യുക്രൈൻ നമ്മുടെ യുദ്ധത്തിന് രണ്ട് രാജ്യങ്ങളും പറഞ്ഞു ഈ യുദ്ധം ഒത്തുതീർപ്പാക്കണമെങ്കിൽ നരേന്ദ്രമോദി വിളിച്ചുകൊണ്ടെന്നാൽ മതിയെന്ന്. അപ്പോൾ അവർ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ എല്ലാവരും നമുക്ക് ഇന്ത്യക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. ഇന്ത്യയിൽ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നമുക്ക് തന്നെ ഓർമ്മയുണ്ട്, പഞ്ചാബിലെ ഖാലിസ്ഥാൻ വാദവും അല്ലെങ്കിൽ മറ്റേ ശ്രീലങ്കയിലെ പുലികൾ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വന്ന് കാണിച്ച പരാക്രമങ്ങളും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇതിനെ ഇല്ലാതാക്കാതെ ലോകത്ത് ഒരു സംസ്കാരത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഉറച്ച ചുവടുവെപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇത് വളരെ എന്താണ് വളരെ ഇന്റലിജന്റ് മൂവാണത്, വളരെ ബുദ്ധിയുള്ള. എന്തായാലും ഇന്ത്യയിലെ എല്ലാവരുടെ വീണ്ടും പറയുകയാണ് ആരാധകരെ ശാന്തരാകുകയും ഇതൊരു തുടക്കം സാമ്പിൾ മാത്രമാണ്. അപ്പോൾ നമ്മൾ യുദ്ധത്തിനൊന്നും പരിപോഷിപ്പിക്കുന്നില്ല, പക്ഷെ ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ട് നമ്മൾ നിലപാടെടുക്കും. മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ചിലപ്പോൾ തണുത്ത പ്രതികരണങ്ങൾ നടത്തിയാൽ പോലും നമ്മൾ അതിനോടൊപ്പം നമ്മൾ രാജ്യത്തോടൊപ്പമാണ് എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനിപ്പോ ഭീകരവാദത്തിനെതിരെ ഇപ്പം സർക്കാർ, കേന്ദ്ര സർക്കാർ, പ്രതിപക്ഷ പാർട്ടി ആരായാലും ശരി തന്നെ എന്ത് നിലപാടെടുക്കും അതിന്റെ കൂടെ തന്നെ നമ്മളും എപ്പോഴും. ഏതായാലും കോൺഗ്രസ് എല്ലാം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ CPM-ന്റെ ഒന്നും അറിയില്ല, അവർ മറ്റേ ട്രംപിനെ നേരിടാനുള്ള പരിപാടികളിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഓരോ പാർട്ടി ജനറൽ സെക്രട്ടറി ട്രംപിനെ എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ള ഗാഢമായ ചിന്തയിലാണ്. അപ്പോൾ അത് പണ്ട് CPM നേതാവ് ഒബാമ വെല്ലുവിളിച്ച ഓർമ്മയുണ്ടല്ലോ. ഒബാമയെ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് വെല്ലുവിളിക്കാം. അതെ, അത് ശരിയാണ്, അതിനൊരു സാധ്യതയുണ്ട്. ഇനി മസൂദ് അസറിന്റെ പടവും എടുത്തു വെച്ചുകൊണ്ട് മറ്റേ ആനപ്പുറത്ത് എന്നുള്ളത് ഉണ്ടാകുമോ എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കേണ്ടി വരും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ വിജയത്തിൻ്റെ ദിവസം തന്നെയാണ്. എങ്ങനെ ഒരു രാജ്യം തീവ്രവാദം എന്ന മഹാശാപത്തെ വളരെ ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം അത് വിജയകരമായി നടപ്പിലാക്കി എന്നുള്ളതിന് ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ്. സ്വർണ്ണലിപികൾ തന്നെ എഴുതി വെച്ചേക്കും നമ്മുടെ നാട്ടിലെ സഹോദരിമാരുടെ സിന്ദൂരക്കുറി മാച്ച തീവ്രവാദികളെ നല്ല അടി കൊടുത്ത് ശരിയാക്കി അവരെ മൊത്തത്തിൽ അവരെ വംശനാശം വരുന്ന രീതിയിൽ. മസൂദ് അസറിൻ്റെ വീട്ടിൽ അയാളുടെ സഹോദരി മക്കളും എല്ലാവരും കൊല്ലപ്പെട്ടു. ഇയാൾ എവിടെ ഒളിച്ചിരിക്കുകയാണ് വേറെ സ്ഥലത്ത്. ധൈര്യം ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഇറങ്ങി സ്വന്തം വീട്ടിൽ താമസിക്കണം, അവർക്ക് സ്വർഗം കിട്ടുകയും ചെയ്യും. ഏതായാലും നമുക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമാണിന്ന്. നമുക്ക് ഇനിയും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നമ്മുടെ രാജ്യം തീവ്രവാദികളിൽ നിന്ന് പൂർണ്ണമായും മുക്തമാവുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഇന്ന് എല്ലാ ശക്തിയുമുള്ള ഒരു സർക്കാർ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത്. നമ്മുടെ സൈന്യവും എല്ലാ വിഭാഗങ്ങളും അതിന് പൂർണ്ണമായും സജ്ജവുമാണ്. നമസ്കാരം.